കർണാടക വനംവകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, വയനാട്. നാടിനെ ഞെട്ടിച്ച കാട്ടാന ആക്രമണത്തിൽ വയനാട് മാനന്തവാടിയിൽ വൻ പ്രതിഷേധം. അജിയുടെ മൃതദേഹവുമായി നാട്ടുകാർ റോഡും സബ് കളക്ടർ ഓഫീസും ഉപരോധിച്ചു. അജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് ജോലിയും നൽകാമെന്നും സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചതോടെയാണ് ഒരു പകൽ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. വനം വകുപ്പിന്റെ അലംഭാവമാണ് കാട്ടാനയുടെ ആക്രമണത്തിന് കാരണമെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അജിയുടെ മൃതദേഹവുമായി മാനന്തവാടിയിലെത്തിയ പ്രതിഷേധക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളവർക്കാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇവര് ഈ പറയുന്ന പോലെ ഇവര് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്ഥലത്തെത്തിയ വയനാട് എസ്.പിയുടെ വാഹനം തടഞ്ഞ നാട്ടുകാർ പിന്നാലെ എത്തിയ ജില്ലാ കളക്ടർ രേണുരാജിനെയും തടഞ്ഞു. മരിച്ച അജിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും നൽകണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പിന്നാലെ അടിയന്തര സഹായമായി 10 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാനും അവരുടെ കുടുംബത്തിനൊരു ജോലി നൽകാനുമുള്ള കാര്യത്തിൽ വനംവകുപ്പിന് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നതാണ്. മറ്റത് പുറത്ത് കാണുന്ന സ്വാഭാവികമായ അവരുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന് കാരണമുണ്ട്. അവർ വല്ലാത്ത ഭയാശങ്കയിലായതുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ന്യായമായ പ്രതിഷേധത്തോട് നിഷേധാത്മകമായ ഒരു നയം സ്വീകരിക്കൽ സർക്കാരിന്റെ നിലപാടല്ല. തീരുമാനം പിന്നാലെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അറിയിച്ചതോടെയാണ് 5.5 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, വയനാട്. വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെക്കാൻ ഉത്തരവിറങ്ങി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടും. കുങ്കിയാനകൾ പടമലയിലേക്ക് പുറപ്പെട്ടു.